അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള എന്താ വെച്ചാൽ ഒരു പണ്ടത്തെ ജീപ്പിന്റെ ഒരു ടച്ചും കിട്ടണം എന്നാ ഒരു സംഭവം മോഡേൺ ആവണം. കുറെ ഒന്നും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. ആൻഡ് ഇത് ചെറിയ ഒരു ഹിന്റ് തരിക കേട്ടോ. നമ്മൾ വണ്ടിയിൽ കുറച്ച് കാര്യങ്ങൾ വളരെ കുറച്ച് അല്ലേ വർത്തിബ? അതെ, വളരെ കുറച്ച് കാര്യങ്ങൾ. അത് അടുത്ത ഒരു വീഡിയോയിൽ സ്റ്റിക്കറും വേറെ മറ്റേതൊന്നും നമ്മൾ അപ്ഡേറ്റ് ചെയ്ത് കൊടുത്തിട്ടില്ല. അങ്ങനത്തെ കുറച്ച് ഒന്നും കാണിച്ചിട്ടില്ല. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതേപോലെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമാൻഡർ ആണോ അർമാദയാണോ എന്നൊക്കെ. അപ്പോൾ ഇത് അർമാദ അല്ല, കമാൻഡർ തന്നെയാണ്. കമാൻഡറിന്റെ 750 DP HT പറഞ്ഞ മോഡലാണ്. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ ഓഫ് ദ പാത്ത് നേച്ചർ. സോ ഇന്നത്തെ നമ്മുടെ പരിപാടി എന്ന് പറയുന്നത് ഇവനെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ കോഴിക്കോട് പോവാന്ന് പറഞ്ഞിട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ, ഞാൻ PD ബ്രോ അജുവേട്ടനൊക്കെ ആയിട്ട്. അപ്പൊ അവിടെ പോയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇതിൽ ചെയ്തതെന്നാണ്. കുറെ നമുക്ക് കാണിക്കാൻ പറ്റാത്തതാണ്, മെക്കാനിക്കൽ സൈഡാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി കുറച്ച് കാര്യങ്ങൾ നമുക്ക് കാണിക്കാൻ പറ്റുന്ന സൈഡുകളുണ്ട്, അതൊന്നും ഞാൻ കാണിക്കാന്ന് വെച്ചു. അപ്പൊ നമ്മളിപ്പോ വന്നിട്ടുള്ളത് കൂനത്തറയിലാണ് കേട്ടോ. അപ്പോ നമ്മുടെ പേഴ്സ് പോയ എന്തോ ഈ സ്ഥലമായിട്ട് ഭയങ്കര അടുപ്പം വന്നു. അതുപോലെ തന്നെ ഞാൻ ഇന്നത്തെ ദിവസം തന്നെ 2 വീഡിയോ ചെയ്യാന്ന് വിചാരിക്കും. ഇത് എനിക്ക് കോഴിക്കോട് വണ്ടി കൊണ്ടിട്ട് കൊടുക്കാനും ഉണ്ട്, കാരണം കുറച്ച് പണിയും കൂടി ഇതിന്റെ മേലുണ്ട്. അതിനുശേഷം നമ്മൾ നേരെ വണ്ടിയും കൊണ്ട് കൊടയിൽ പോവും. കൊടയിലല്ല, നേരെ ബാംഗ്ലൂരെ പോണേ. പിന്നെ അവിടെയും കുറച്ച് ദിവസം വണ്ടി ഉണ്ടാവുക. കാരണം അജുവേട്ടനൊക്കെ അവിടെ എല്ലാവരും ഫാമിലി ട്രിപ്പും കാര്യങ്ങളൊക്കെ ഇതിൽ പോകാൻ പ്ലാൻ ഉണ്ട് തോന്നുന്നുണ്ട്. ഇന്ത്യയിൽ ക്ലിയർ ആയിട്ട് പറഞ്ഞില്ല, ബാംഗ്ലൂരിലേക്കാണ് ഇനി കൊണ്ടുപോകുന്നത്. അപ്പോ നമുക്ക് എന്താ വെച്ചാൽ ഇന്നത്തെ പരിപാടി പറഞ്ഞ 2 വീഡിയോസ്. ഒന്ന് ഞാൻ ഇതിന്റെ 4 എന്താന്ന് കാണിക്കുക, അത് അടുത്ത വീഡിയോ ആയിട്ടാവും ഉണ്ടാവുക. നിലവിലെ വീഡിയോയിൽ നമ്മൾ എന്തൊക്കെയാണ് ഇതിൽ കോഴിക്കോട് പോയതിനു ശേഷം ചെയ്തത്. അതേപോലെ 2 വർക്ക് നമ്മൾ വീട്ടിൽ തന്നെ അച്ഛൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ വർക്ക്ഷോപ്പിൽ. അപ്പൊ അതും കാണിച്ചു തരാം എന്താ ചെയ്തിട്ടുള്ളത് എന്നുള്ളത്. അപ്പൊ നമുക്ക് അധികം വൈകിക്കേണ്ട, എനിക്കും സമയമില്ല നിങ്ങൾക്കും സമയമില്ല, വീഡിയോയിലേക്ക് കിടക്കാം. വരും. ആദ്യം നമുക്ക് എന്തൊക്കെയാണ് പുറത്ത് നമ്മൾ ചെയ്തത് നോക്കാം. അപ്പോൾ ഫസ്റ്റ് ഏറ്റവും ഇതായിട്ടുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ആഡ് ചെയ്തിട്ടുണ്ട്, ദ കമാൻഡർ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ വണ്ടിയുടെ പേര് നിങ്ങൾക്ക് അറിയാം, കമാൻഡർ തന്നെയാണ്. അതേപോലെ ഒരുപാട് ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കമാൻഡർ ആണോ അർമാദയാണോ എന്നൊക്കെ. അപ്പോൾ ഇത് അർമാദ അല്ല, കമാൻഡർ തന്നെയാണ്. കമാൻഡറിന്റെ 750 DP HT പറഞ്ഞ മോഡലാണ്. ഇനി ST പറഞ്ഞ വേറെ ഉണ്ട്, സോഫ്റ്റ് ടോപ്പ്. അതാണ് നമ്മൾ ഈ മറ്റേ അവിടെ ഓരോ ട്രക്കിംഗ് സ്പോട്ടുകളൊക്കെ ഉണ്ടല്ലോ, സഫാരിയൊക്കെ ചെയ്യുമ്പോൾ. അപ്പോൾ അതിൽ 2 തട്ടായിട്ടുള്ള ജീപ്പ് ഉണ്ടല്ലോ, പഴയ മോഡൽ. ഇപ്പം ചില നമ്മുടെ കേരളത്തിൽ ചില മഞ്ചേരി സൈഡിലൊക്കെ ഉണ്ട് അങ്ങനത്തെ ജീപ്പുകൾ, കുറച്ചേ ഉള്ളൂ കമാൻഡറിൻ്റെ അവിടെ. അപ്പോൾ അതല്ലാണ്ട് ഒരു HT ഹാർഡ് ടോപ്പ് മോഡൽ ഇറങ്ങിയിട്ടുണ്ട്. മേലെ മെറ്റലിൻ്റെ ടോപ്പാണ് വരിക. മറ്റേന്ന് പറഞ്ഞ ഒരു ടൈപ്പ് പായ ഉണ്ടല്ലോ ജീപ്പിനൊക്കെ വരുന്ന പോലത്തെ, അതാണ് വരിക. അപ്പോൾ ആ ഒരു മോഡല് ആയിട്ടാണ്, അതിൻ്റെ ഒരു ഹാർഡ് ടോപ്പാണ് ഈ സാധനം. അപ്പോൾ ഇത് കമാൻഡർ തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് കമാൻഡറിന് ഫ്രണ്ടിൽ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആൾക്കാർക്ക് ചോദ്യം വരില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കുറേ ആലോചിച്ച് എന്ത് പേരിടണം. ലാസ്റ്റ് നമ്മൾ കമാൻഡറിലേക്ക് തന്നെ എത്തി. അതുപോലെ പോഴത്തോടി, അത് അജുവേട്ടൻ്റെ വീട്ടും പേരാണ് പോഴത്തോടി, അതാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഉദ്ദേശിച്ചിട്ടുള്ള എന്താ വെച്ചാൽ ഒരു പണ്ടത്തെ ജീപ്പിൻ്റെ ഒരു ടച്ചും കിട്ടണം എന്നാ ഒരു സംഭവം മോഡേൺ ആവണം. അപ്പോൾ അതാണ് ഫോണ്ട് അങ്ങനെ ആക്കിയിട്ട് ഒരു ചെറിയൊരു സ്മോക്കൊക്കെ ചെയ്ത പോലെ ഇങ്ങനെ ഫ്രണ്ടിലും ഒരു കൂളിംഗ് ഒട്ടിച്ച് അതിൽ അങ്ങനെ ചെയ്യാൻ ഒരു ഐഡിയ അങ്ങനെയാണ് വന്നത്. ഇനി മേലെ കുറച്ച് ലൈറ്റ്സ് ഒക്കെ ചിലപ്പോൾ ആഡ് ചെയ്യാം കേട്ടോ. അതേപോലെ തന്നെ ഈ ബമ്പറിൻ്റെ തൊട്ട് താഴെയുള്ള ഈ ഒരു ക്രാഷിൻ്റെ ഒരു പോർഷൻ ഉണ്ടല്ലോ, അപ്പോൾ അവിടെയും ചിലപ്പോൾ ലൈറ്റ്സ് ആഡ് ചെയ്യാം. അങ്ങനെ മെയിനായിട്ട് ഇതൊക്കെ നമ്മൾ ഓപ്ഷണറിയൊക്കെ മുന്നേ ചെയ്തിട്ടുള്ളതാണ്. ഈ ഒരു ലാഡറും അതേപോലെ കാരിയറും ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നമ്മൾ ടൈറ്റ് ചെയ്ത് ചെയ്യേണ്ട മോഡലാണ്. ടൈറ്റും അതേപോലെ തന്നെ ക്ലിപ്പും ഒക്കെ ആക്കിയിട്ട് ചെയ്യുന്ന സാധനങ്ങളാണ്. ക്ലാംസ് വെച്ചിട്ടാണ് ബോഡിയിൽ ജോയിൻ ചെയ്തിട്ടുള്ളത്. ഡ്രില്ലൊന്നും ചെയ്തിട്ടില്ല, ബോഡിയിൽ ഡ്രില്ലേ വന്നിട്ടില്ല. അതാണ് ഇതിൻ്റെ ഒരു ഗുണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ അതേപോലത്തെ കാരിയറും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ലാഡറും കാരിയറും ഒക്കെ ഇൻറ്റഗ്രേറ്റഡ് ആയിട്ട് നിങ്ങളുടെ മോഡൽ എങ്ങനെയാണെന്ന് വെച്ചാൽ അതേമാതിരി നമുക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് നമ്മൾ വീട്ടിൽ ചെയ്തിട്ടുള്ളതാണ്, നമ്മുടെ വർക്ക്ഷോപ്പിലിട്ട് ചെയ്തിട്ടുള്ളതാണ് ഈ ഒരു പരിപാടി എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് പിന്നെ ഒരു വർക്ക് ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളൊരു 4 വീൽ ഡ്രൈവിൻ്റെ ചെറിയൊരു ലോഗോ, ഇത് ഏതൊരു ഓൺലൈൻ സൈറ്റിൽ നിന്ന്, എനിക്ക് തോന്നുന്നത് ആമസോണിനാണോ അത് വേറെ എഴുതുന്നതെന്ന് അറിയില്ല, അതൊന്ന് ചെയ്തിട്ടുണ്ട്. അതേപോലെ ഇവിടെ പണിഷറിൻ്റെ ഒരു ലോഗോ കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഇത് നമ്മുടെ സ്വന്തം പാത്ത് മേക്കർ, അത് ഞാൻ അജുവേട്ടനോട് കഷ്ടപ്പെട്ട് ചോദിച്ചിട്ട് സമ്മാനം മേടിച്ച് ഞാൻ സെറ്റാക്കി, അതങ്ങനെ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ തന്നെയാണ് നമ്മൾ ബേസിക്കായിട്ട് പുറത്ത് ചെയ്തിട്ടുള്ളൂ. പുറത്ത് നമ്മൾ അധികം ചെയ്തിട്ടില്ല. പിന്നെ 2-3 സ്റ്റിക്കേഴ്സ് ഉണ്ട്. അത് എന്താ വെച്ചാൽ പൂർണ്ണമായിട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ വിചാരിക്കുന്നത് ഇന്ന് ഞാൻ കോഴിക്കോട് പോകുന്ന സമയത്ത് നല്ല സ്പോട്ട് കിട്ടിക്കഴിഞ്ഞിരുന്ന് ഒട്ടിക്കാന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ മനസ്സിൽ കാണുന്നത്. അപ്പോൾ അത് അവിടെ നിന്ന് ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ ഇത് കഷ്ടപ്പെട്ട് നമ്മൾ പെർമിഷനൊക്കെ മേടിച്ചിട്ട് അത് സെറ്റാക്കിയിട്ടുണ്ട്. അടുത്ത ദിവസം നിങ്ങൾ ഈ സാധനം കണ്ടോ, വെള്ളക്കിരിക്കുന്നുണ്ടല്ലോ ഈശ്വരൻ. ഈ ഒരു ക്യാമറ നമ്മൾ ഡ്രിൽ ചെയ്ത് കയറ്റിയിട്ടുണ്ട്. അപ്പോൾ അതിന് അപ്പോൾ എന്തിലാണ് കാണുക എന്നുള്ളതില്ല. അപ്പോൾ നമ്മൾ നേരെ ഉള്ളിലേക്ക് പോകുമ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാം, എന്തിലാണ് ക്യാമറ കാണുക, എങ്ങനെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നുള്ളതൊക്കെ വരും. അപ്പോൾ നമ്മൾ
ഉള്ളിൽ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പൊ നമ്മള് ജസ്റ്റ് ഒരു സ്ക്രീൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ ഈ സ്ക്രീൻ ഓൺ ചെയ്യാൻ ജസ്റ്റ് ഇവിടെ അടിയിൽ 2 എക്സ്റ്റേണൽ സ്വിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് തൊട്ട് കഴിഞ്ഞാൽ അത് ഓണാവും. എന്താ ഓണാവാത്തത്? ഈ സ്വിച്ചാ ഇപ്പോൾ ഓണായി. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ക്യാമറയ്ക്ക് വേണ്ടിയിട്ട് ഇവിടെ പ്രത്യേകം എന്തൊന്നും കൊടുക്കാൻ പറ്റില്ല. അതായത് റിവേഴ്സിൽ ഇവിടെ വേറെ സ്വിച്ച് ആഡ് ചെയ്തിട്ട് അങ്ങനെ കൊടുക്കുന്ന സെറ്റപ്പ് നമുക്ക് ഇതിൽ ചെയ്യാൻ പറ്റില്ല. പറ്റായല്ല, ഭയങ്കര എക്സ്പെൻസീവ് ആണ്. അങ്ങനെയൊക്കെ ചെയ്ത് വരുമ്പോൾ ഒരുപാട് പണിയുണ്ട്. നമ്മൾ എക്സ്റ്റേണലി സ്വിച്ച് കൊടുത്ത് നമുക്ക് ഇതിൻ്റെ പ്രാക്ടിക്കാലിറ്റി മാത്രം നോക്കിയാൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്ക്രീന്. ക്യാമറയ്ക്ക് വേണമെങ്കിൽ എക്സ്ട്രാ സ്വിച്ച് വെച്ചിട്ടുണ്ട്. ക്യാമറ ഓണായി, ഓഫ് ചെയ്യാൻ, ഓഫ്, അത്ര തന്നെ. ഇനി ഇത് നമുക്ക് ഈ ഒരു സംഭവം എന്ന് പറയുന്നത് ഐ കോപ്പർ ഒരു മോഡലാണ്. അപ്പോൾ ഇതൊക്കെ ചെയ്തത് ദീപകേട്ടനാണ് കേട്ടോ. നമ്മൾ കോഴിക്കോട് മൂപ്പര എല്ലാ കാര്യങ്ങളും അവിടെ നിന്നാണ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഫുള്ള് മൂപ്പരാണ് നടന്ന് ചെയ്യിപ്പിച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ആപ്പിളും ആൻഡ്രോയിഡും ഒരേപോലെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ആൻഡ്രോയിഡ് സ്ക്രീനാണിത്. അതേപോലെ തന്നെ ഇതിൻ്റെ വേണമെങ്കിൽ ഞാൻ അതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇതിലിടാം. അത്യാവശ്യം നല്ലൊരു സിസ്റ്റം തന്നെ, കുഴപ്പമൊന്നുമില്ല. ഇത്രയും ജെർക്കിംഗ് ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ നന്നായിട്ട് പാക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിപ്പോൾ കാണുമ്പോൾ കുറച്ച് വൃത്തികേടൊക്കെ ഉണ്ട്, പക്ഷേ എങ്കിലും നമുക്ക് ഈ വണ്ടിയുടെ ജെർക്കിംഗ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ പ്രതീക്ഷിക്കണേക്കാട്ടി ഒരുപാട് അപ്പുറത്തേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു സാധനം വെച്ചിട്ട് ഇതിൽ കൊടുക്കുകയാണെങ്കിൽ ഇതിൽ നിവർത്തിയുള്ളൂ. അതേപോലെ തന്നെ ഇതൊക്കെ വർക്കിംഗ് ആക്കിയിട്ടുണ്ട്, മുന്നൊന്നും വർക്കിംഗ് ആയിരുന്നില്ല. അതേപോലെ AC കംപ്ലീറ്റ് യൂണിറ്റ് തന്നെ മാറ്റിയിട്ട് വേറൊരു സെറ്റപ്പിലാക്കിയിട്ടുണ്ടാവുകൊണ്ട് നല്ലൊരു AC ഇപ്പം നമുക്ക് കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ അത്യാവശ്യം കൂളിംഗ് ഉള്ള സിസ്റ്റം തന്നെ കിട്ടുന്നുണ്ട്. അതേപോലെ തന്നെ ഫ്യൂവൽ മീറ്റർ പോയിന്റ് ആയിരുന്നു, അപ്പോൾ അതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് ബേസിക് ആയിട്ട് ഉള്ളിൽ ചെയ്തിട്ടുള്ളത്. അതേപോലെ സ്പീക്കേഴ്സ് ആഡ് ചെയ്തിട്ടുണ്ട് ഡോർ പാഡിൻ്റെ അവിടെ ഇവിടെയൊക്കെ ആയിട്ട്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മൾ ഇവിടെ ചെയ്തിട്ടുള്ളത്. നമുക്ക് ഇവിടെ തന്നെ സംസാരിക്കാൻ പറ്റിയിട്ടുള്ള മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. കോൾ ഇതിലേക്ക് വന്ന് അറ്റൻഡ് ചെയ്യാൻ അതിനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇതാണ് അതിൻ്റെ ഒരു മൈക്ക് വന്നിട്ടുള്ളത് കേട്ടോ. പിന്നെ അതേപോലെ ഫ്ലോറിലുള്ള കുറച്ച് വർക്കുകൾ, അതേപോലെ തന്നെ എന്താ പറയാ, ബാക്കി ഈ പാഡിന്റെ മുകളിൽ കണ്ടോ, ഈ ഒരു പാഡ് കണ്ടോ, ഇതൊക്കെ ചെയ്യാനുള്ളതാണ്. ഈ ഒരു സാധനം കംപ്ലീറ്റ് പറ്റിച്ച മാറ്റം, അങ്ങനെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും കൂടി നമുക്ക് ചെയ്യാനുണ്ട്. അപ്പോൾ അതൊക്കെ ചെയ്യാനും കൂടിയാണ് ഇന്ന് നമ്മൾ കോഴിക്കോട് കൊണ്ടുവരുന്നത്. അതേപോലെ തന്നെ മൈനർ ആയിട്ടുള്ള കുറച്ച് ഇഷ്യൂസ് നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത്രയും ഒരു ഡീറ്റെയിൽ ആയിട്ട് എന്തൊക്കെയാണ് നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ചെയ്തെന്നുള്ളതിന്റെ കാരണം വെച്ചാൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടിലേ ഞാൻ വിചാരിച്ച ടൈം എടുത്ത് ചെയ്യാമായിരുന്നു. അതിന്റെ ഇടയിൽ വേറെ ഒരുപാട് തിരക്കും വന്നുപോയി. നമ്മുടെ വീടിന്റെ നേരെ ഫ്രണ്ടില് സ്ലാബാണ് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ, അതിൽക്കൂടെയാണ് വണ്ടി കയറേണ്ടത്. ചാലുണ്ട് അതിന്റെ അടിയിൽ. അപ്പൊ ഈ ചാല് അവര് റീവർക്ക് ചെയ്യാണ്. അപ്പോൾ ഒന്നും കൂടി ട്രെയിനൊക്കെ സെറ്റാക്കാനുള്ള ഇത് ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ നമുക്ക് വണ്ടി ഇതാക്കാനൊന്നും പറ്റില്ല. നമ്മൾ വണ്ടി പുറത്താണ് നിർത്തിയിരുന്നത് ഇത്രയും ദിവസം. അപ്പോൾ പിന്നെ നമ്മൾ അധികം റിസ്ക് എടുക്കണ്ടെന്ന് വെച്ചാൽ നമ്മൾ വീണ്ടും കോഴിക്കോട് വേഗം തന്നെ കൊണ്ടുവിടാം. ശരിക്കും പറഞ്ഞാൽ കുറച്ചും കൂടി ടൈം ഉണ്ടായിരുന്നു, പക്ഷെ നമ്മൾ അതിന് മുന്നേ തന്നെ വേഗം കൊണ്ടുവിടാനുള്ള സെറ്റപ്പ് നോക്കുകയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ പറയാനുള്ളത്. അപ്പൊ ഇനി എന്താന്ന് വെച്ചാൽ ഈ ഒരു വീഡിയോ വന്നിട്ട് കുറച്ച് ദിവസം വിട്ടതിന് ശേഷമായിരിക്കും വേറെ ഒരു വീഡിയോ, അതായത് നമ്മുടെ 4 വീലിന്റെ വീഡിയോ. ഈവൻ ദോ ഞങ്ങൾ ഇപ്പൊ തന്നെ എടുക്കുകയാണെങ്കിൽ അത് ഇടുക കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഈ വണ്ടിനെ കുറിച്ച് ചോദിക്കാണ്ടെങ്കിലോ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഞാൻ കമന്റിൽ പറയാം. അപ്പൊ ഈ ഒരു വീഡിയോ വരുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ താഴെ കമന്റിൽ ഇതിനെ കുറിച്ചിട്ടൊക്കെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് മറ്റേ വീഡിയോയിൽ അതിന് ഞാൻ ഇതിൽ തന്നെ റെസ്പോണ്ട് ചെയ്യാം. അതല്ലാണ്ട് ഇനി തന്നെ ഒരു വീഡിയോ എപ്പോഴെങ്കിലും ജോയിൻ ചെയ്തിട്ട് അന്ന് ഇതിൻ്റെ വേറെ ഇനിയും ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വല്ലതും അറിയണമെന്നുണ്ടെങ്കിൽ അവിടെ ഒക്കെ കുറേ ഒന്നും കാര്യങ്ങൾ നമുക്ക് പറയാൻ പറ്റാത്ത ഒരവസ്ഥയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങൾ വന്നിട്ടുള്ളത്. സോ എന്തായാലും കാണാം. നമ്മൾ റീസെൻ്റ് ആയിട്ട് FBയിലും കൂടി ഒരു ഹാൻഡിൽ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാ സപ്പോർട്ടും അവിടെയും ഒന്ന് കാണിക്കണം. ഹലോ ബ്യൂട്ടിഫുൾ പീപ്പിൾ, വെൽക്കം ടു എ ബ്രാൻഡ് ന്യൂ വീഡിയോ. അത് രസം അങ്ങനെ ചെയ്ത് അല്ലെങ്കിൽ ഒന്നും കൂടി അതേപോലെ നീ അങ്ങനെ തന്നെ വിട്ടാൽ മതി.